നമ്മൾക്കൊരു കഥ കേട്ടാലോ? ഒരു കൊച്ചു പെൺകുട്ടി അവളുടെ അമ്മയുടെ കൂടെ കടയിൽ പോയി. അവിടെ ഉണ്ടായിരുന്ന കടക്കാരൻ ഈ കൊച്ചുകുട്ടിയെ കണ്ടപ്പോൾ മിഠായി നിറഞ്ഞ പാത്രം നീട്ടിയിട്ട് പറഞ്ഞു, മോളെ ഇന്നാ മിഠായി എടുത്തോ. കുട്ടി അത് നോക്കിയിട്ട് പറഞ്ഞു, വേണ്ട. കടക്കാരന് വളരെ അതിശയം തോന്നി. സാധാരണ കൊച്ചുകുട്ടികളോട് മിഠായി എടുക്കാൻ പറഞ്ഞു അവരെടുക്കുന്നതാണല്ലോ, ഈ കുട്ടിക്ക് എന്ത് പറ്റി? കടക്കാരൻ വീണ്ടും വളരെ സ്നേഹത്തോടു കൂടി കുട്ടിയോട് പറഞ്ഞു, മോളെ എത്ര വേണമെങ്കിലും എടുത്തോ, എന്നാലും നീ എടുക്ക്. അപ്പോഴും കുട്ടി വേണ്ട എന്ന് തലയാട്ടി കാണിച്ചു. കുട്ടിയുടെ അമ്മയ്ക്കും എന്തോ പോലെ തോന്നി. കുട്ടിയുടെ അമ്മ കുട്ടിയോട് പറഞ്ഞു, മോളെ അങ്കിള് വളരെ സ്നേഹത്തിൽ തരുമല്ലേ, മോളെടുത്തു, മമ്മി ഒന്നും പറയില്ല. അപ്പോഴും കുട്ടി വേണ്ട എന്ന് തലയാട്ടി കാണിച്ചു. കുട്ടിയുടെ സ്വഭാവം കണ്ട് കടയിൽ നിൽക്കുന്നവർക്കൊക്കെ വളരെ അതിശയം തോന്നി. കുട്ടികളുടെ അമ്മയുടെ കൂടെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് മടങ്ങിപ്പോകാൻ നേരത്ത് കടക്കാരൻ്റെ കയ്യിൽ മിഠായി വാരിയെടുത്തിട്ട് കുട്ടിയോട് പറഞ്ഞു, മോളെ ഇന്നാ ഇത് കൊണ്ടുപോകാം, അങ്കിൾ വളരെ സ്നേഹത്തിൽ തരുന്നതല്ലേ. കുട്ടി വളരെ സന്തോഷത്തോടു കൂടി 2 കൈയും നീട്ടി മിഠായി മേടിച്ചിട്ട് അങ്കിളിനോട് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴി അമ്മ ചോദിച്ചു, മോളെ ഞങ്ങൾ വീണ്ടും വീണ്ടും നിന്നോട് ഇന്നാ മിഠായി എടുക്കുക എന്ന് പറഞ്ഞിട്ട് മോളെ എടുത്തില്ലല്ലോ, എന്നാൽ ഇപ്പൊ തിരിച്ചു പോകാൻ നേരത്ത് എന്താണ് അങ്കിളുടെ നിന്ന് മിഠായി മേടിച്ചത്? നിങ്ങൾക്കറിയാമോ കൊച്ചുകുട്ടി എന്താണ് മറുപടി പറഞ്ഞതെന്ന്? മമ്മി, എൻ്റെ കൈ വളരെ ചെറിയ കൈയല്ലേ, ഞാൻ എൻ്റെ കൈ ആ മിഠായി പാത്രത്തിലിട്ട് മിഠായി എടുത്തായിരുന്നെങ്കിൽ എനിക്ക് വളരെ കുറച്ചല്ലേ കിട്ടത്തുള്ളായിരുന്നു. എന്നാൽ അങ്കിളിൻ്റെ വലിയ കൈ കൊണ്ട് അങ്കിൾ മിഠായി വാരി തന്നപ്പോൾ എനിക്ക് കൈ നിറയെ മിഠായി കിട്ടിയില്ലേ. പ്രിയമുള്ളവരെ, വളരെ ചെറിയൊരു കഥയാണെങ്കിലും എന്ത് വലിയ ചിന്തയാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ കഴിവിനും ഒക്കെ ഒരു പരിമിതിയുണ്ട്. എന്നാൽ നമ്മുടെ ചിന്തയും ബുദ്ധിയും കഴിവും ഇതെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്തു നോക്കി, അവൻ അവൻ്റെ ശക്തിക്ക് തക്കവണ്ണം നമുക്ക് തരും. അവൻ്റെ ശക്തിക്കാണെങ്കിൽ ഒരു പരിമിതിയുമില്ല. എഫെസ്യർ 3:20 ഇപ്രകാരം പറയുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനാണ് നമ്മളുടെ ദൈവം. അതുകൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വ്യാകുലതകളും ഇതൊക്കെ നമ്മളുടെ കയ്യിൽ വെക്കാതെ കർത്താവിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്തു നോക്കി, അവൻ തരുമ്പോൾ അതിനൊരു പരിമിതിയുമില്ല. അവൻ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് ഉപരിയായിട്ട് നമ്മൾക്ക് നൽകുവാൻ യോഗ്യനാണ്.